എന്റെ തിരക്കൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? സൽമാക്ക് കല്യാണം വരുന്നുണ്ട്. ഞാൻ ഇജ്ജ് വന്നിട്ട് തീരുമാനിക്കാന്ന് വെച്ചാ. അല്ലേ തന്നെ ഇപ്പൊ ഒരുപാട് പൈസ കടമുണ്ട്. കല്യാണത്തിന് മുമ്പ് പെരയൊക്കെ ഒന്ന് നന്നാക്കണ്ടേ? എന്തൊക്കെയപ്പ ഞാൻ ചെയ്യേണ്ടത്? സൽമാനെ കെട്ടിക്കണം, പെര നന്നാക്കണം, നിങ്ങളെ കടം വീട്ടണം, നിങ്ങളെ മരുന്ന്. എന്നെ കൊണ്ട് കഴിയൂല അതൊന്നും. അത് കരുതി നിൽക്കും വേണ്ട. സക്കീറേ, എന്റെ കാര്യ ഞാൻ പറഞ്ഞത്. മുടി വെട്ടിയടാ അന്ന് ഇത്രയും കാലം ഞാൻ പോറ്റിയത്. ഇതുവരെ അന്നെ കൊണ്ട് ഞാൻ കത്തിലെടുപ്പിച്ചിട്ടില്ല. എനിക്ക് വലിയ അഭിമാനക്കേടാ അല്ലേ? എന്റെ കുട്ടീന്റെ കല്യാണത്തിന് നീ എന്നെ സഹായിക്കണം. എനിക്ക് പഴയ പോലെ ഓടിച്ചാടി നടക്കാൻ കഴിയൂല. കുറച്ചുകൂടി കഴിഞ്ഞാ കാല് മുറിച്ചടിയുന്ന ഡോക്ടർ പറഞ്ഞേ. അതിനു മുമ്പെങ്കിലും എന്റെ സൽമാന്റെ കല്യാണം എനിക്ക് നടത്തണം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. സക്കീറേ, നീ കാരണം ബാപ്പാന്റെ കണ്ണീര് വീഴുന്നേ. എന്താ ഇജ്ജിങ്ങനെ? എനക്ക് ഈ കുടുംബത്തോട് ഉത്തരവാദിത്വം ഒന്നുമില്ലേ? എനിക്ക് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. പണ്ട് എനിക്ക് കഞ്ഞും ചോറും തന്നതിന്റെ കണക്കൊന്നും പറയും വേണ്ട. കുട്ടികൾ ഉണ്ടായാ നോക്കേണ്ടത് ഉമ്മാന്റെയും ബാപ്പാന്റെയും കടമയാ. നോക്കിയതിന്റെ കണക്കൊന്നും അല്ലടാ. ബാപ്പ ഗതിയോട് കൊണ്ട് ചോദിച്ചാ അനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇജ്ജങ്ങ് പുറത്തു കളാ. മഴമതില്ലേ അവിടെ? മുടിയൊന്ന് വെട്ടാനാ. വെട്ടലും വടിക്കലൊക്കെ അങ്ങ് കടയില്. രാവിലെ തന്നെ ഓരോ നാശങ്ങൾ ഇങ്ങോട്ട് കയറി വരും. മൂപ്പര് അവിടെ വെട്ടിയാൽ തന്നെ ഇവിടെ നിറച്ച് മുടിയാ. പിന്നെ ഇവിടെ വെട്ടിയല്ല കഥ പറയും വേണ്ട. സക്കീറേ, ഉള്ള കഞ്ഞി കൂടി ഈ മുട്ടിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം. മുടിവെട്ടല് വടിക്കല് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇങ്ങോട്ട് വരുന്ന എനിക്കിഷ്ടല്ല. ആങ്ങളെ ഗൾഫിന്ന് വന്നപ്പോ ആളാകെ മാറി. എന്താ കൊണ്ടുവന്നത്? 2 കുന്തം. അയ്യോ, എനിക്കൊന്നും വേണ്ടേ. ഇനി വലിയ വലിയ വീട്ടിൽ നിന്ന് സുൽത്താന്മാരൊക്കെ തേടി വരും. ആങ്ങളുടെ കയ്യിൽ നിറയെ പൊന്നല്ലേ. ആയിക്കോട്ടെ, അതിന് മുടക്കൊന്നുമില്ലല്ലോ. അയ്യോ ഇല്ലേ. വട്ടിക്കാരെ കൊണ്ടുള്ള ഇടങ്ങേറേ. മാന്യത വരുന്നുണ്ട്. ആ മാന്യത സുൽഫി വേഗം പോയിക്കോ. ശരിയാക്കി തരണ്ടേ? ഞാനതൊക്കെ നമ്മളൊന്നും അറിയില്ല. നിങ്ങളിങ്ങനെ ചിർച്ചണ്ട. ഒരു ജാതി മാന്യതല്ലാത്ത ചിരിച്ചല്ലോ. ചിരിക്കണ്ടടാ. അടി തെറ്റിയ ആനയും മുഗ്ഗും. ഇജിവിടെ ചിലരൊക്കെ വീഴ്ക്കാൻ നോക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അച്ഛനെ പാമ്പാന്നാ തോന്നുന്നത്. ഊത്ത് കേട്ടിട്ട് മൂർഖം പാമ്പാ തോന്നുന്നു. അപ്പൊ അട്ടിക്കല ബുദ്ധിയല്ല. സുൽഫേ, സുൽഫേ, പഠിച്ചോനെ എന്നെ ശരിക്കും അറിയുന്ന പാമ്പാന്നാ തോന്നുന്നത്. അപ്പൊ ഒരേറെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാ. അത് ശരി. ഈ എന്താ ഇവിടെ വന്നിരിക്കണത്? എടാ, കട തുറക്കാൻ വയ്യ. 2-3 സീറ്റ് അപ്പുറം ഇടല്ലേ. ഞാൻ കട പൂട്ടിയിട്ട് കച്ചവടം ഇങ്ങോട്ടൊക്കെ മാറ്റി. ആർക്കെങ്കിലും സീഡ് വേണമെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. ഞാൻ 10 മണിയോടെ ഉണ്ടാവും. അത് കഴിഞ്ഞ സ്കൂളിൻ്റെ പുറകിലെ കല്ലുട്ട് കുഴിയില്ല കച്ചവടം. എനിക്കും ജീവിക്കണ്ടേ? കടന്റെ ബാക്കിലെ പ്ലാവിന്റെ പൊത്തില് മായാവിണ്ട്. അപ്പൊ കുട്ടൂസനുണ്ടാകിനി എവിടെയാണ്? എടാ, അതല്ല, പുതിയ സിനിമയുടെ കാര്യ പറഞ്ഞ. അത് ശരി. അപ്പൊ അത് നിന്റെ അടുത്ത് എത്തിയല്ലേ? വെറുതെ അല്ലടാ നിന്റെ കട പൂട്ടിപ്പോയത്. എടാ, വല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞു വിടണേ, മറക്കല്ലേ. സക്കീറേ, അന്റെ വിഷമം എന്താന്ന് എനിക്ക് മനസ്സിലാവും. ഇജ്ജ് മുടിവെട്ടുകാരൻ മൈമേന്റെ മാനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല തറവാട് നിനക്ക് പെണ്ണ് കിട്ടൂല. കാരണം മയമാക്കൊക്കെ ഒരു മാന്യത ഇല്ലല്ലോ. പക്ഷെ മൂപ്പര മാന്യത അല്ലല്ലോ അന്റെ മാന്യത. അന്റെ മാന്യത എന്താന്ന് എനിക്ക് മനസ്സിലാവും. അതാണല്ലോ ഇന്റെ മാന്യത. ആദ്യം എന്റെ ഈ മാന്യത ഒന്ന് നിർത്തുവോ? അതെന്തു മാന്യത ഇല്ലാത്ത വർത്താനം ജി പറഞ്ഞത്? അന്റെ കയ്യിൽ ലക്ഷങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നാട്ടുകാർക്ക് അത് അറിയില്ലല്ലോ. നാട്ടുകാരുടെ മുമ്പിൽ എന്റെ പവർ ഒന്ന് കാണിക്കണ്ടേ? അതിനിപ്പോ എന്താ നമ്മൾ ചെയ്യാ? ജാതി എന്റെ പൊളിഞ്ഞാടാനായ പെരണ്ടല്ലോ,
അതൊന്ന് ഒഴിവാക്കിയിട്ട് വേറൊരു വീട് എടുക്കണം. വേറൊരു വീട് എടുത്താൽ തന്തനെയും തള്ളനെയും അങ്ങോട്ട് കൊണ്ടുപോണ്ടി വരും. തൽക്കാലം വാടകയ്ക്ക് എടുത്താൽ മതി. പൈസ എണ്ണി കൊടുത്താൽ നല്ല ഉഗ്രം വീട് കിട്ടും. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇജ്ജാണ് തിരിച്ചു പോകുമ്പോ അവിടെ ഒഴിവാക്കി കൊടുത്താൽ മതി. അതാണല്ലോ അതിന്റെ ഒരു മാന്യത. ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് അതിന്റെ മാന്യത. അല്ലാതെ ഇജ്ജ് പെരയിൽ നിൽക്കുന്നിടത്തോളം കാലം അന്റെ കല്യാണം നടക്കൂല. കാരണം അന്വേഷിച്ച് വരുന്ന ആൾക്കാരൊക്കെ അന്റെ വാപ്പാന്റെ ആട്ടുംകൂട് പോലത്തെ ബാർബർ ഷാപ്പിക്കാ ചെല്ലണത്. അത് കണ്ടാൽ തന്നെ മനുഷ്യന്മാരും പെണ്ണു വരൂല. നമുക്ക് എന്തായാലും ഒരു പെര വാടകയ്ക്ക് എടുക്കാം. ഇജ്ജൊരു പണക്കാരനാണെന്ന് നാട്ടുകാർ അറിയണം, ഞമ്മക്കറിയിക്കണം. ഈ സുൽഫിന്റെ എന്റെ ഒപ്പം. എന്താ മൈമതേ, നിന്റെ വീട്ടിൽ വെട്ടാൻ വരുന്നവരൊക്കെ മോൻ ആട്ടി പറഞ്ഞേക്കാന്ന് കേട്ടു. ദുബായിന്ന് വന്നപ്പോ ഓൻ ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. പണ്ടേ പണിയൊന്നും ഓന് ഇഷ്ടല്ല. ഇനിയിപ്പോ വാപ്പ പോരാന്നോ പറയോ? എന്താ നാണിയേ? നാളെ ആ നിങ്ങളെ മാക്ക് പറഞ്ഞ കല്യാണക്കാര് ശരിയായിട്ടുണ്ട്. ഓര് കാണാൻ വരട്ടേന്ന് ചോദിച്ചു. എന്താ ഞാൻ ഓലോട് പറയണ്ടേ? എന്താ പന്നോട് ഞാൻ പറയാ? ഓൽക്ക് പൈസ ഒന്നും വേണ്ട. ഒരു 10-50 പവനും ഒരു വിസയും മതി. മോൻ ഗൾഫിലുള്ളതുകൊണ്ട് വിസന്റെ കാര്യം പ്രശ്നമില്ലല്ലോ. മോൻ ഗൾഫിലായതുകൊണ്ട് അപ്പൊ കുടുങ്ങിപ്പോയത്. എവിടേക്കാ സക്കീറ പോണേ? ഇജ്ജി അങ്ങനെ ഒറ്റക്കാക്കിട്ട് അങ്ങട്ടാ? അന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഇക്കാക്ക എന്റെ കല്യാണത്തിന് പൈസയൊന്നും തരണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം. എന്തിനാ വാപ്പാനും മാനും ഇങ്ങനെ വിഷമിപ്പിക്കണേ? ഇവിടുത്തെ ഒരു കാര്യത്തിലും എന്നെ സഹായിക്കണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും നടത്തിക്കോളാം. ഇവിടുന്ന് പോരുത്. ഞാൻ എന്റെ കാല് പിടിക്കും. ആരും എന്റെ കയ്യും കാലും ഒന്നും പിടിക്കണ്ട. എനിക്കെന്റെ ഭാവിയാ വരുന്നത്. ഞാൻ പഴയ മുടിവെട്ടുകാരൻ മാമന്റെ മകനല്ല, ഗൾഫുകാരനാ. എനിക്ക് മാനിയായിട്ട് ജീവിക്കണം. കരഞ്ഞു വിളിച്ച് ആരും എന്റെ ഒപ്പം വരണ്ട. എനിക്കതിഷ്ടല്ല. അല്ല, നീ ആ മുടിവെട്ടുകാരൻ മോമേന്റെ മോനല്ലേ? ഏയ് അല്ല. അല്ലേ? ഏയ് എന്താ മാന്യത ഇവിടക്കണേ? എന്താ ഗേറ്റ് കുടുങ്ങിയോ? എന്തേ ഞാൻ അവിടെ നിന്നാ ശരിയാവൂലേ? എനിക്കതിനുള്ള മാന്യതല്ലേ. പോടാ അവിടുന്ന്. ഏതായാലും പെരക്ക് കണ്ണേറിട്ടൂല. വന്നോ? ഇപ്പൊ എന്നെ കണ്ട ഒരു പണക്കാരനാന്ന് പറയും. വാ കേറി വാ. ഇനി ഇവിടെയാണ് നമ്മളെ താവളം. വാടക കുറച്ച് അധികം കൊടുത്താലെന്താ? ഒരു പണക്കാരനായിട്ട് ജീവിക്കാലോ. കാട്ടിക്ക. വാ വാ വാ. എന്താ ഇതിലൊക്കെ നോക്കാം. എങ്ങനെയുണ്ട്? ഇപ്പൊ തന്നെ എനിക്കൊരു മാന്യതൊക്കെ ഉണ്ട്. ഇജ്ജ് പണക്കാരനാണെന്നും അന്റെയൊക്കെ ലക്ഷങ്ങൾ ഉണ്ടെന്നും ഞാൻ നാട് മുഴുവൻ പറഞ്ഞേക്കണ്. എല്ലാം നാട്ടുകാരറിയട്ടെ. ഞാനിപ്പോ പഴയ മുടിവെട്ടുകാരൻ മഹമ്മദിന്റെ മകനല്ല, സെക്യൂർ മുതലാളിയാ. സെക്യൂർ മുതലാളി. ഇനി എനിക്ക് സമൂഹത്തിൽ മാന്യതൊക്കെ ഉണ്ടാവും. നാളെ മുതൽ പിരിവാരും ബ്രോക്കർമാരും ഈ പെരന്റെ മുറ്റത്ത് മുണ്ടിന്റെ മടക്കി കൂത്തയച്ച് അന്നെ കാണാൻ കാത്തു നിൽക്കും. ഞാൻ ആരാ നീ നാട്ടുകാർക്ക് ശരിക്കൊന്ന് കാണിച്ചു കൊടുക്കും. പണ്ടെപ്പോഴും എന്റെ മേത്ത് മുടിയാണ് മുടിയാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന കുറെ ചേറ്റാളുണ്ട് ഇവിടെ. ഓലൊക്കെ മുമ്പിൽ എനിക്ക് ഞെളിഞ്ഞൊന്ന് നടക്കണം. ഇവിടെ താമസിച്ച് ഈ പെര ഞമ്മക്ക് ഇഷ്ടപ്പെട്ട ഞമ്മക്ക് ഇതങ്ങോട്ട് വാങ്ങാം. ഈ ഒരു പേടിയും പേടിക്കണ്ട. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്.
നാരങ്ങ ഇതിലത്